നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാവിലെ നമ്മുടെ മലയാളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ വിടുന്നുണ്ടായിരുന്നു. വളരെ വേഗമാണ് അത് വൈറലായത്. ഒപ്പം വിവാദങ്ങളും അതിൻ്റെ കൂടെ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. സ്വാഭാവികമായിട്ടും സംഘികളിൽ പലരും BJPയിലേക്ക് സ്വാഗതം എന്ന തരത്തിൽ പോസ്റ്റിടുമ്പോൾ ഇനി ഇവരെയും കൂട്ടി വിളിക്കേണ്ടി വരുമോ എന്ന തരത്തിൽ മറ്റ് ചില സംഖ്യകളും പോസ്റ്റുകളും ട്രോളുകളും കമൻറ്റുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ശരിക്കും നക്ഷത്രം എണ്ണിപ്പോയത് കെ മുരളീധരനായിരിക്കാം. ഇങ്ങനെയൊരു വാർത്ത സത്യമാണ് എങ്കിൽ അത് കെ മുരളീധരൻ്റെ സാധ്യതകളെ കൂടി ബാധിക്കും. വടകരയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. നിലവിൽ സിറ്റിംഗ് MP ആണ്. പക്ഷേ സഹോദരി BJPയിലേക്ക് പോയി എന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചടിയായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ ചിലരൊക്കെ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ കഥകൾ കെട്ടിച്ചമച്ചങ്ങ് വാർത്തയായിട്ട് പടച്ചു വിടുകയാണ് ചെയ്തത്. മറ്റു ചിലർ പറഞ്ഞ വാചകങ്ങളിൽ അവർ പറയാത്ത കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് വളച്ചൊടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ അതാണ് സംഭവിച്ചത്. പത്മജ ഇപ്പോൾ അത് വിശദീകരിച്ച് ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നിരിക്കുകയാണ്. അവരിട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: ഞാൻ BJPയിൽ പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നു എന്ന് കേട്ടു. എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് എനിക്കറിയില്ല. എന്നോടൊരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ്. ഇപ്പോഴും ഞാൻ അത് ശക്തമായി നിഷേധിക്കുന്നു. അവർ എന്നോട് ചോദിച്ചു ഭാവിയിൽ പോകുമോ എന്ന്. ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ, നാളെ കാര്യം എനിക്കെങ്ങനെ പറയാൻ പറ്റും എന്ന് തമാശയായി പറഞ്ഞു. അതിങ്ങനെ വരും എന്ന് വിചാരിച്ചില്ല. യഥാർത്ഥത്തിൽ ആ വാചകമാണ് വളച്ചൊടിച്ച് ഈ രീതിയിലാക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റൂ, നാളെ എന്താവും എന്ന് എനിക്ക് ആർക്ക് പറയാൻ പറ്റൂ എന്ന തരത്തിൽ അവരൊരു വാചകം പറഞ്ഞിരുന്നു. ആ വാചകം വളച്ചൊടിച്ചാണ് പത്മജ BJPയിലേക്ക് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും അതിന് വളരെ വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്തത്. ഇനി എന്താണ് ശരിക്കും ഇത് ആളുകൾ വിശ്വസിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, കോൺഗ്രസിലെ മുഖ്യമന്ത്രിയായിരുന്നവർ, അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയായിരുന്നവർ, MP ആയിരുന്നവർ, കേന്ദ്രമന്ത്രിയായിരുന്നവർ, നിലവിലെ MLA ആയിരുന്നവർ തുടങ്ങിയവരൊക്കെ തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴേക്കും കൂടുമാറി BJPയിലേക്ക് പോകുന്ന വാർത്തകൾ നമ്മൾ ഇതിനകം തന്നെ നിരവധി കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, കോൺഗ്രസ്സിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്, തൻ്റെ സഹോദരൻ MP ആയിട്ടുണ്ട്, KPCC പ്രസിഡൻ്റ് ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, കുറച്ചു കാലം മന്ത്രിയൊക്കെ ആയി ഇരുന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും തനിക്ക് എന്തെങ്കിലും ഈ ചെറിയ പാർട്ടിയുടെ സ്ഥാനങ്ങളല്ലാതെ തെരഞ്ഞെടുപ്പിലൂടെ ഒരു MLAയോ MPയോ മന്ത്രിയോ ഒന്നും ആവാൻ പറ്റിയിട്ടില്ല എന്നൊരു ഇച്ഛാഭംഗം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് പത്മജ വേണുഗോപാൽ. അതിനായിട്ട് അവർ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് BJPനെയും സംഘപരിവാറിനെയൊക്കെ ഇതിനകം തന്നെ വിമർശിക്കുന്ന ആളാണ്. ഒടുവിൽ മനസ്സൊക്കെ മടുത്ത് ഈ കോൺഗ്രസ് ബന്ധമൊക്കെ വിട്ടിട്ട് BJPയിലേക്ക് പോയിട്ട് വല്ല സീറ്റിനുള്ള പ്ലാനാണോ ഇവർ നടത്തുന്നത് എന്ന തരത്തിലാണ് സംഖ്യകളും മറ്റുമൊക്കെ ഇതിനെ ആ സമയത്ത് ഈ വാർത്ത കേട്ടപ്പോൾ അവർ ചിന്തിച്ചത്. അതുകൊണ്ടാണ് ആ വാർത്തയ്ക്ക് അത്ര വേഗം പ്രചാരം കിട്ടുകയും ശരിക്കും പത്മജ BJPയിലേക്ക് പോവുകയാണോ എന്ന തരത്തിലുള്ള സംസാരമുണ്ടാകുകയും ഒടുവിൽ അവർക്ക് തന്നെ ഇത് നിഷേധിക്കേണ്ട ഒരവസ്ഥയിൽ എത്തുകയും ചെയ്തത്. കാരണം കോൺഗ്രസിൻ നേതാക്കളുടെ കാര്യം പറയാൻ പറ്റത്തില്ല. ഇന്ന് കോൺഗ്രസ് ആയിട്ടിരിക്കുന്ന ആൾ നാളെ BJPയിലാണ് ചെല്ലുന്നത്. പക്ഷേ എല്ലാവരെയും ഒന്നും BJP സ്വീകരിക്കില്ല എന്നത് കമൽനാഥിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. കമൽനാഥിൻ്റെ കൂടെയുള്ളവരും കൂടെ ചെന്നിട്ട് ചർച്ചകളും മറ്റുമൊക്കെ നടന്നു. പക്ഷേ അവിടേക്ക് BJP എടുത്തില്ല എന്നാണ്. ഇപ്പോൾ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു, ബാക്കി വാർത്തയൊക്കെ കള്ളമാണെന്ന തരത്തിൽ അത് നിഷേധിച്ചുകൊണ്ട് കമൽനാഥ് നിൽക്കുന്ന കാഴ്ച കണ്ടു. ഇനി അതേപോലെ എന്തെങ്കിലും ചർച്ചയോ മറ്റോ പത്മജ വേണുഗോപാൽ നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഇന്നത്തെ കാര്യം ഇന്നല്ലേ പറയാൻ പറ്റൂ, നാളത്തെ കാര്യം ആർക്ക് പറയാൻ പറ്റൂ എന്ന സമാനമായിട്ടുള്ള ഡയലോഗ് K സുധാകരനും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് തന്നെ നാളെ ഞാൻ ചിലപ്പം എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ BJPയിൽ പോയി കളയും എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നും അത് വലിയ വിവാദമായതാണ്. കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും പറയുമ്പോൾ തീർച്ചയായിട്ടും അത് CPM മറ്റുമൊക്കെ ഏറ്റുപിടിക്കാറുണ്ട്. ഇതിലെ അപകടം ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് K മുരളീധരൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. സ്വന്തം സഹോദരി BJPയിലേക്ക് പോയാൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് പറഞ്ഞ് ജനങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റും എന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും പിന്നീട് ഇതുപോലെ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ സംഘികൾ ഇവരെ സഹിക്കുമോ എന്ന്. കാരണം കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ എപ്പോഴും സംഘപരിവാറിൻ്റെ നെഞ്ചത്തോട്ട് കുതിര കയറാൻ മുന്നിൽ നിന്ന പലരിൽ ഒരു വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അവരെ BJPയിലേക്ക് എടുത്താലും അത്ര എളുപ്പത്തിൽ അവരെ പത്മജ എന്ന് കൂട്ടി എന്തായാലും സംഖ്യകൾ വിളിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പിന്നീട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ തന്നെ അതിനെ എല്ലാ രീതിയിലും അവർ സ്വാഗതം ചെയ്യും എന്നും തോന്നുന്നില്ല. കാരണം മുൻകാല ചെയ്തികൾ അവർ കണക്കിലെടുക്കുമല്ലോ. വെബ് ഡെസ്ക്
കർമ്മ ന്യൂസ്.